കൊള്ളാം. ഒരു കഥയില്ല, ചുമ്മാ കുറേ ഇടി ഇതൊന്നുമില്ല. ഷാജി കൈലാസ് രഞ്ജി പണിക്കിൻ്റെ ഒരു പഴയ കഥയുണ്ടല്ലേ, ആ സ്റ്റൈലും കുറേ ഡയലോഗ് സുരേഷ് ഇതൊക്കെ ഉണ്ട്. ഇതൊന്നുമില്ല. നാട്ടിൽ അതേപോലെ നടസുമ്പോഴല്ല, അതിൻ്റെ അടുത്ത് പോലും വരില്ല. അത്ര കത്തിപ്പടം. ജോജു നല്ല നടനാണ്, നമ്മൾ അംഗീകരിക്കുന്ന ആളാണ്. പക്ഷേ ഇത് അയാളെ കൂടെ തറയായിക്കളഞ്ഞു. അത്ര വൃത്തിയായിട്ട് കണ്ടിട്ടിരുന്ന് തെറി വിളിക്കുന്നു അടുത്തിരുന്നൊക്കെ നമ്മുടെ അടുത്ത് കരുന്ന് പടമാണ്. ഷാജി കൈലാസ് സ്റ്റൈൽ കൊള്ളാം, നല്ല അടിപൊളി. കുഴപ്പമില്ല, നല്ല കേട്ടെ. സംവിധായകൻ ജോഷിയുടെ കഴിവാണ് ഇതെല്ലാം. ആക്ഷൻ ഒക്കെ ഉണ്ട്, ചിലക്ക് കൊള്ളാം, പക്ഷേ ജോഷിയുടെ കഴിവാണ്. അതുകൊണ്ടാണ് പിന്നെ കാണാൻ വന്നത് സംവിധായകൻ. കൊള്ളാം, കുഴപ്പമില്ല. നല്ലത്, നല്ല അടിപൊളി, സൂപ്പർ, ഇഷ്ടപ്പെട്ടു. ജോജു പൊളി. ഇടിയൊക്കെ എങ്ങനെയുണ്ട്? ഇടി എൻജോയ് ചെയ്ത് കണ്ടല്ലേ കുറച്ച് നാളിന് ശേഷം. സൂപ്പർ, നല്ല പടം. പക്ഷെ ആള് കുറവായിരുന്നു, പക്ഷെ നല്ല സൂപ്പർ സിനിമ. ഇടിയൊക്കെ എങ്ങനെയുണ്ട്? എന്താ സൂപ്പർ ആയിരുന്നു, നന്നായിട്ടുണ്ട്. നല്ല നല്ല എടുത്ത് പറയുന്നുണ്ട്. എടുത്തു പറയാൻ ജോജുയുടെ ഫാനാണ്. പിന്നെ അഭിനയം മുരളി ഗോപി സൂപ്പറായിരുന്നു, നന്നായിരുന്നു. ജോജു കൊള്ളാം, നന്നായിട്ടുണ്ട്. ഒരു എന്തോ ഒരു പഴയ പടം കണ്ടോ, നല്ല സൂപ്പർ. നല്ല സിനിമയാണ്, നല്ലൊരു സ്റ്റോറി പറയുന്ന പടമാണ്. ഇടിയൊക്കെ എങ്ങനെയുണ്ട്? ഇടിയൊക്കെ നല്ല മാസമായിട്ടുണ്ട്. ജോജു കൊണ്ട് കിൻഡൽ ഇടിയാണ് സിനിമ മൊത്തം. ഒരു മാസ് ആക്ഷനും കാണിക്കുന്നുണ്ട്, സിനിമ നല്ലൊരു സ്റ്റോറി പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷാജി കൈലാസിൻ്റെ തനതായ സ്റ്റൈലിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. ഡയറക്ഷനും മേക്കിങ് പക്കയാണ്. കൊടൈക്കനാലിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് സിനിമ പോകുന്നത്. നല്ല സിനിമ, ആക്ഷനൊക്കെ നല്ല നൈസാണ്. എന്തായാലും വേർത്തായിട്ടുണ്ട് പടം. ആക്ഷൻ കൊള്ളാം, ഓവറോൾ പോരാ. കൊള്ളാം, നല്ലതാണ്. സൂപ്പർ, കൊള്ളായിരുന്നു. കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗിങ് ആയിട്ടാണ് പോയത്. പക്ഷേ ഓവറോൾ ജോജുവിൻ്റെ പെർഫോമൻസ് നല്ലതാണ്. വേറെ അധികം മോശം പറയാനൊന്നുമില്ല. വൺ ടൈം വാച്ചബിൾ. നല്ല സിനിമയായിരുന്നു. ആക്ച്വലി ഷാജി കൈലാസിൻ്റെ നല്ല പിക്ചർ, അതായത് പുള്ളിക്കാരൻ്റെ ആ ഒരു സ്റ്റൈലെല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഷാജി കൈലാസ് നൈസായിട്ടുണ്ട്. എഡിറ്റിങ്ങും ബാക്കി സ്കോർസും ബാക്ക്ഗ്രൗണ്ട് സ്കോർസും എല്ലാം നല്ല മിക്സ് ആയിട്ട് ഒരു ക്ലാസിക് പക്ക മസാല. ഒരു ആക്ഷൻ പടം പ്രതീക്ഷിച്ചു വന്നു കഴിഞ്ഞാൽ അത് നൈസാണ്. വൺ ടൈം ആയിട്ട് മൊത്തത്തിൽ ഒരു കൊള്ളാം, നൈസാണ്. അറിയാലോ ഷാജി കൈലാസിൻ്റെ പഞ്ച്. നല്ല സൂപ്പർ പടമാണ്, ഇഷ്ടപ്പെട്ട്. കുഴപ്പമില്ല. പ്രത്യേകിച്ച് ജോജി ജോർജിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മിക്ക പടം ഞാൻ ഇന്ന് ഉറങ്ങുന്നതാണ്, പക്ഷേ ഇത് ഉറങ്ങിയിട്ടില്ല. നല്ല അടിപൊളിയായിരുന്നു, സൂപ്പർ പടം. ഫാമിലിയായിട്ടാണ് വന്നിരിക്കുന്നത്. സൂപ്പർ പടാ, ജോജു ഒക്കെ നല്ല അടിപൊളിയായിട്ടാ. ഇടിയൊക്കെ വിട്ട നല്ലതായിരുന്നു. അടിയൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല പടം. ഏകലവ്യത അത്ര വന്നില്ല, പടം കൊള്ളാം. ജോജു ജോർജ് വേറെ ഒന്നും പറയാനില്ല. ഇത് ഷാജി കൈലാസ് വീണ്ടും ഒരു തിരിച്ചുവരവാണ്. എന്ന് വെച്ചാൽ ഷാജി കൈലാസിന്റെ ഒരു തിരിച്ചുവരവെന്ന് തന്നെ പറയാം. ഷാജി കൈലാസ് മേക്കിംഗ് ഒന്നും പറയാനില്ല. ജിജു വർഗീസ് അടിപൊളി. ഇതുപോലെ പേട്രിയസിൽ അതിനേക്കാളും കൊള്ളാം, പേട്രിയേക്കാളും കൊള്ളാം. നല്ല രസമുണ്ട്, നല്ല സൂപ്പർ, നല്ല അഭിനയം. എങ്ങനെയുണ്ട് പടം? നല്ല പടം. ആക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. ജോജു ജോർജ് ഒക്കെ സൂപ്പർ. നന്നായിട്ടുണ്ട്, നന്നായി. എങ്ങനെയുണ്ട് ജോർജ് ജോർജിന്റെ ആക്ഷൻ? ഉഷാറായിട്ട് മാസ് മൂവി നന്നായിട്ടുണ്ട്. എങ്ങനെ ജോർജ് ജോർജ് ഒക്കെ? സൂപ്പർ സൂപ്പർ. അടിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സൂപ്പറായിട്ട്, സൂപ്പറായിട്ടുണ്ട്. കലക്കിയൊക്കെയല്ലേ, എന്താ ഫൈറ്റിങ്, നെഗ്രോ മറ്റേ സൂപ്പർ പടം കൂടെ. ഇടിയോ സൂപ്പർ ഫൈറ്റിങ്. അങ്ങനെ തന്നെ പ്രതികാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കണം. കാര്യം അത്ര ക്രൂരതല്ലേ ചെയ്തത്. നല്ല സൂപ്പർ പടം. ജോജു ജോർജിന്റെ ആക്ഷൻ ഒക്കെ നല്ല ആക്ഷൻ. നല്ല സിനിമ. ജോജു ജോർജിന്റെ ആക്ഷൻ ഒക്കെ എനിക്ക് ജോജിനെ വലിയ ഇഷ്ടമാണ്. നല്ല സിനിമയായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല സൂപ്പറായിട്ട്.